രീതിയിൽ എന്നാൽ പോലും ഇൻ അറ്റ്മോസ്റ്റ് റെസ്പെക്ട്, ഏറ്റവും വലിയ ബഹുമാനത്തിലാണ് അക്രമങ്ങൾ ചെയ്യുക. അവിടെ തിക്കിത്തിരക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞുവല്ലോ, അന്യൊരു പെണ്ണിനെ തിക്കിത്തിരക്കുന്നത് ഒരു ചെളിപുഴന്റെ പന്നിയെ തിരക്കുന്നത് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തില്ലേ? ഹറമൈൻ ഒരിക്കലും പറ്റില്ല. കണ്ണുകൾ താഴ്ത്തി അവിടെ മുഖവും മുൻകൈയും പെണ്ണുങ്ങൾക്ക് തുറന്നു വെക്കണം, മൂടാൻ പാടില്ല. അവിടെ കണ്ണുകൾ സൂക്ഷിക്കണം. ഹറാം, നമ്മൾ പരിശുദ്ധ ഹറാമിന്റെ വേഷത്തിലാണ്, ഹറാമിന്റെ അവസ്ഥയിലാണ്. കണ്ണുകൾ ഭൂമിയിലേക്ക് താഴ്ത്തി ആകാശത്തേക്ക് ഉയർത്തിയോ ചുറ്റുഭാഗത്തേക്ക് നോക്കാതെ, കണ്ണുകളെ ഹറാമിലേക്ക് പോകാൻ അനുവദിക്കാതെ ആ പരിശുദ്ധമായ സ്ഥാനത്ത് വളരെ ഭവ്യതയോടുകൂടെ നമ്മുടെ തവാഫും സഅയൊക്കെ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം ഒരു സ്ഥാനത്ത് വരും, ഒരു സ്ഥലത്തിന് മഹത്വം കൂടുമ്പോൾ കൂലി വർദ്ധിക്കുന്നത് പോലെ അവിടെയുള്ള ശിക്ഷയും വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ചെരുപ്പ് പോകുമില്ലേ? ശ്രദ്ധിച്ച് നമ്മളെ പോയ ആളുകൾക്ക് അറിയാം, ചെരുപ്പ് തൂക്കിപ്പിടിച്ച് നടക്കാണ്. ചെരുപ്പ് വെക്കാൻ അതിനുള്ളിൽ സൗകര്യം, അത് ഹറമിന്റെ ഖാദിമീങ്ങളായ ആളുകൾ, അവിടുത്തെ ഭരണാധികാരി ചെയ്യുന്നൊരു സൗകര്യമാണ്. കൊണ്ടുപോയതോ വെച്ചുകൊണ്ടോ കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ നല്ല ചെരുപ്പൊക്കെ റൂമിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ചെരുപ്പിട്ട് പള്ളിയുടെ പുറത്തത് വെച്ചിട്ട് അതൊക്കെ വിടിയും. അവിടെ ചെരുപ്പല്ല വിഷയം. ഹറമിന്റെ പള്ളിയിലേക്ക് നമ്മൾ കാലുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്ന ഈ ചെരുപ്പ് അല്ലാഹുവിന്റെ പള്ളിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? ഇത് ചിന്തിക്കുക. മസ്അലിൻ ഫിഖ്ഹല്ല ഞാൻ പറയുന്നത്. ആ വിഷയം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അല്ലാഹുവിന്റെ ഹറം? 1,00,000 അല്ലാഹു കൂലി തരാമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു അഴുക്കുള്ള സാധനം കഅബ വരെ കൊണ്ടുപോകണോ? പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കണോ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി اللهم صل سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. عبد الله بن عمر رضي الله عنه, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അവർക്കൊരു വീടുണ്ടായിരുന്നു ഹറമിന്റെ ഉള്ളിൽ, അല്ല, ഒരു പള്ളിയുണ്ട് ഹറമിന്റെ ഉള്ളിൽ. വീട് ഹറമിന്റെ പുറത്താണ്. ഹറം എന്ന് പറഞ്ഞ വിശാലമായ പ്രദേശമാണ്. നമുക്കറിയാം, ജിദ്ദയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്, ജിദ്ദയോടടുക്കുന്ന സമയത്താണ് ഹറമിന്റെ ഹുദൂദുൽ ഹറം, ഹറമി മക്ക, മക്കയുടെ ബോർഡർ എന്ന് കാണിക്കുന്ന ഭാഗം കുറേയങ്ങ് പോന്നിട്ടാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ വീട് വെച്ചത് ഹറമിന്റെ പുറത്ത്, പള്ളി വെച്ചത് ഹറമിന്റെ ഉള്ളിൽ. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് ആ വീടും കൂടെ പള്ളിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ വളരെ അടുത്ത് സൗകര്യമായിരുന്നില്ലേ? നിങ്ങൾ എന്തേ അങ്ങനെ ചെയ്തത്? എന്താ മറുപടി? എനിക്കറിയാം, ഇബാദത്തിന് കൂലി ഹറമിൽ കൂടുതലാണ്. ഇബാദത്തിന് അല്ലാഹു ലക്ഷക്കണക്കിന് കൂലി തരുന്ന പ്രദേശമാണ് ഹറം. പക്ഷേ ഞാൻ എന്റെ വീട് ഹറമിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചാൽ, അനാവശ്യ വർത്തമാനങ്ങൾ ഞാൻ പറഞ്ഞാൽ, എന്റെ ഭാര്യയോ കുട്ടികളോ പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഹറമിൽ വെച്ച് പറയലാകില്ലേ? അതുകൊണ്ട് അതിന്റെ കുറ്റവും കൂടുതലാണ്. അതുകൊണ്ട് എന്റെ വീട് ഹറമിന്റെ ഉള്ളിൽ വേണ്ട, പള്ളി മതി, ഞാൻ താമസം ഹറമിന്റെ പുറത്തായിക്കോട്ടെ എന്ന് നിശ്ചയിച്ച മഹാനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ മകൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മക്കയിലെ മുഴുവൻ ഹോട്ടലുകളും കിടക്കുന്നത് ഹറമിന്റെ ഉള്ളിലാണ്. മക്കയിലെ മാർക്കറ്റ് മുഴുവൻ, മക്കയിലെ ആ പ്രദേശം ഒരു പിടി സ്ക്വയർ കിലോമീറ്റർ കിടക്കുന്നത് ഹറമിന്റെ ഉള്ളിലാണ്. റൂമിൽ ചെന്നിട്ട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞേക്കാം. അരുത് മുഅ്മിനീങ്ങളെ, സ്വഹാബത്തെ ഹറമിന്റെ അപ്പുറം പോയിട്ട് വീടുണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, ഉള്ളെന്ന് പറഞ്ഞാൽ ഗൗരവമാണ്, അല്ലേ? തത്തുല്യമായ സംഭവം ഇമാമുന റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി തങ്ങൾ പറയാ, അലിയേ, ആ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനോടൊന്ന് എഴുന്നേറ്റ് വുദു എടുക്കാൻ വേണ്ടി പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവം ഇതാണ്. അല്ലാമ റാസി റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം തഫ്സീറിൽ ഉദ്ധരിച്ചത്. ഒരാളിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നു, അലിയെ, ആ മനുഷ്യനോട് നിങ്ങൾ പോയിട്ട് വുദു എടുക്കാൻ വേണ്ടി പറയണം. അലി റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു. അയാൾ എഴുന്നേറ്റ് പോയി വുദു എടുത്തു വന്നു. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൻത സബ്ബാഖുൻ ഇലൽ ഖൈർ, നിങ്ങൾ ഖൈറിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്ന ആളല്ലേ? ഒരു നന്മ അത് ആദ്യം ചെയ്യുന്ന ആളല്ലയോ നബിയെ അങ്ങ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തേ ഇപ്പൊ ഇയാളെ വിളിച്ച് വുദു എടുപ്പിക്കുക എന്ന് പറഞ്ഞൊരു കൂലുള്ള കാര്യമാണല്ലോ. നിങ്ങളൊന്ന് വുദു എടുക്കണം എന്ന് പറയുന്നത്. അതെന്തേ അങ്ങ് എന്നെ ഏൽപ്പിച്ചത്? അതെന്തേ അങ്ങ് തന്നെ പറയാതിരുന്നത് എന്ന് ചോദിച്ചു. നിങ്ങളാണല്ലോ അത് ഏറ്റവും ആദ്യം ചെയ്യുക നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അവിടുത്തെ ഹബീബ് കൊടുത്ത മറുപടി? അലിയെ,
നിങ്ങൾ അയാളെ ഒദു ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ, ഉറങ്ങണ മനുഷ്യനാണ്, എഴുന്നേറ്റ് എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോവോ? ഇല്ല. അയാളൊരു തെറ്റ് ചെയ്തു. ഞാൻ അയാളെ വിളിക്കുകയും പോയി ഒദു കൊടുക്കണമെന്ന് ഞാൻ അയാളോട് പറയുകയും ചെയ്ത് ആ മനുഷ്യൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെതിരെ ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. റഹ്മത്തൻ ബിഹി, ആ മനുഷ്യനോടുള്ള റഹ്മത്ത് കൊണ്ടാണ് ഞാൻ ചെന്ന് വിളിക്കാതിരുന്നത്, നിങ്ങളോട് വിളിക്കാൻ പറഞ്ഞത്. എങ്ങാനും അയാൾ എഴുന്നേറ്റില്ലെങ്കിലും ഇസ്ലാം എന്ന് പുറത്തു പോകില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ അയാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിലെ പാഠം? പറയുന്ന ആൾ, ചെയ്യുന്ന സ്ഥലം, ചെയ്യപ്പെടുന്ന സമയം, ഇതിനൊക്കെ കൂലി കൂടുന്ന പോലെ അതിൽ തിന്മകൾക്കുള്ള ഗൗരവവും കൂടുതലാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹ് പരിശുദ്ധ ഹറമൈനിയിലേക്ക്, പരിശുദ്ധ മക്കയിലേക്ക് നമ്മൾ വരിക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരുപിടി പാഠം അത് തന്നെയാണ്. നല്ലൊരു കുടുംബല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബം. അള്ളാഹു വിളിച്ചപ്പോ വന്നതാണ്. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടുന്ന് ബസ്സിലോ അല്ലാതെയോ നമ്മൾ ഹറമൈനിലേക്ക് എത്തുകയാണ്. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചത് എവിടുന്നാ? ഫലസ്തീനിൽ നിന്നാ വരാൻ പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുപാട് നടന്നുപോയ മഹാനാണ്. ഒരുപാട് കാലം, 200ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഫാത്താകുന്നത്. 200 വയസ്സുള്ളപ്പോ അവരെ വഫാത്തായി കിടക്കുന്നത് ഇന്നത്തെ ഇസ്രയേലിന്റെ ഭാഗമായ ഹെബ്രോൺ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഖലീൽ എന്ന അറബിയിൽ പറയുന്ന പ്രദേശത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണ്? അവരുടെ ആദ്യ ഭാര്യയായിരുന്ന സാറ ബീവി റളിയല്ലാഹു അൻഹ, മഹാനായ അവരുടെ മകൻ, പുത്രൻ നബിയായിരുന്ന ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇവരൊക്കെ കിടക്കുന്നത് മസ്ജിദുൽ അഖ്സയിലാണ്, യെറൂസലേമിലാണ്. യാ അല്ലാഹ്, അല്ലാഹു വരാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നത് എവിടെയാ? ഇറാഖിൽ. ഇറാഖിൽ നിന്ന് പിന്നെ വരികയാണ് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് വരുന്ന ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. അല്ലാഹു തആല വരാൻ വേണ്ടി പറയുന്നു, കൊണ്ടുവരണം അല്ലേ ഭാര്യയെയും മകനെയും. യാ അല്ലാഹ്, ഈ യാത്രയാണ് നമ്മൾ പോകുന്നത് മുഅ്മിനെ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോ, പ്രത്യേകിച്ചും ആ മരുഭൂമിയിലൂടെ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഓർമ്മ വരണം. ഈ നാട്ടിലൂടെയൊക്കെ എന്റെ ഹബീബിന്റെ ഉപ്പാപ്പ മഹാനായ അബുൽ അംബിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടന്നുപോയൊരു ദൂരം, ആ ഒരു ഹാർഡ്ഷിപ്പ്, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കണം. 2000-ലേറെ 3000-ഓളം കിലോമീറ്റർ ദൂരം വരും ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് എത്താൻ. യാ അല്ലാഹ്, 2000-ലേറെ കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദൂരം അള്ളാഹു വരാൻ വേണ്ടി പറഞ്ഞു. ആരെ കൊണ്ട്? കൊച്ചു പൈതലിനെ കൊണ്ട്. വെള്ളം കിട്ടുമോ മരുഭൂമിയിൽ? തവക്കൽതു അലാ, അല്ലാഹ് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. യാ അല്ലാഹ്, അതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ വന്ന പ്രദേശത്തേക്കാണ് നമ്മൾ കാലുകുത്താൻ പോകുന്നത്. അവിടെ വന്ന് ആ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് കൊച്ചു മക്കൾ അവിടെ ആക്കി പോകുമ്പോ ഹാജർ റളിയല്ലാഹു അൻഹ ചോദിച്ചുവല്ലോ, അല്ലേ, അല്ലെങ്കിൽ പോവാണോ? അതെ, പോവുകയാണ്. ഞങ്ങളുടെ ഒറ്റയ്ക്കാക്കി പോവാണോ? അതെ. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ? അതെ. ഇങ്ങനെ തലയാട്ടി കൊടുത്തു. അതേ എന്ന് പറഞ്ഞില്ല. ഇദൻ ലാ യുഖയ്യിബുന, അല്ലാഹു ഞങ്ങളെ വെറുതെയാക്കൂല എന്ന് ഹാജർ റളിയല്ലാഹു അൻഹ. നമ്മുടെ ഭാര്യമാർക്കത് കഴിയോ? നമ്മൾക്കത് കഴിയോ? ഏതെങ്കിലും ഒരു നാട്ടിലിങ്ങനെ ഇട്ടേച്ച് പോരണം അല്ല പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അള്ളാഹു ഓർമ്മിപ്പിക്കല്ലേ, പഠിപ്പിക്കുകയല്ലേ മക്കയിലൂടെ. അങ്ങനെ അവരെ കൊണ്ടുചെന്നാക്കിയിട്ട് തിരിച്ചുപോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജെറൂസലേമിലേക്ക്, ഈലിയായിലേക്ക് തിരിച്ചുപോയി. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൽ ഓടിച്ചാടി നടക്കുന്ന സമയമായപ്പോഴാണ് രണ്ടാമതൊരു വരവ് വരുന്നത്. ആ വരവിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പുത്രനെ റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ പറയുന്നത്, ബലിയെറുക്കാൻ വേണ്ടി പറയുന്നത്. രണ്ടാമത്തെ യാത്ര വന്നു, തിരിച്ചുപോയി. ആദ്യത്തെ യാത്ര വന്ന് തിരിച്ചുപോയി 4000-ലേറെ കിലോമീറ്റർ, 5000 കിലോമീറ്റർ ചുവേ കണക്കാക്കാം. രണ്ടാമത്തെ യാത്രയും ഒരു 5000 കിലോമീറ്റർ, 10,000 സഞ്ചരിച്ചു. ഇപ്പോ പിന്നെ വന്ന് ഒരുപിടി വർഷങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തുയർത്താൻ വേണ്ടി വരുന്നത്. അന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വലിയ വലിയ കല്ലുകൾ ചുമക്കാനുള്ള പ്രായമായിട്ടുണ്ട്. ആ സമയത്ത് വന്നിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. യാ അല്ലാഹ്, ഫഇദാ ബലഗ മഅഹു സഅയ, ഓടിച്ചാടി നടക്കുന്ന കാലത്ത് അറക്കാൻ വേണ്ടി പറയുന്നത് സഅയ്. സുബ്ഹാനല്ലാഹ്,
തിരിച്ചു വന്നു. പിന്നെയും തിരിച്ചുപോയി ആ കർമ്മങ്ങളൊക്കെ ചെയ്തു. അല്ലെ, ഇന്നത്തെ അറഫയും മുസ്ദലിഫയും മിനായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ അറുക്കാൻ കൊണ്ടുപോയ സ്ഥലങ്ങളല്ലേ? യാ അല്ലാഹ്, അവിടെയല്ലേ ജംറകൾ കിടക്കുന്നത്? ജംറത്തുൽ ഊലയും ജംറത്തുൽ വുസ്തയും ജംറത്തുൽ സുഗറയൊക്കെ കിടക്കുന്നത് എവിടെയാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ പിശാച് പിന്തിരിപ്പിക്കാൻ വേണ്ടി വന്ന സ്ഥലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം അവനെ അട്ടിയോടിക്കാൻ ശ്രമിച്ച പ്രദേശത്താ നമ്മളോട് അല്ലാഹു കല്ലെറിയാൻ വേണ്ടി പറയുന്നത്. ഓർക്കണം, അവിടെ ഉംറക്ക് പോകുമ്പോ നമ്മളെ പ്രദേശമൊക്കെ ബസ്സിലൊക്കെ ഒന്ന് കാണിച്ചൊരു ഉസ്താദുമാർ, ഇതൊക്കെയാണ് ജംറയുടെ സ്ഥലം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഓർമ്മ വരണം, അവിടെ 70 അമ്പിയാക്കന്മാർ അന്തർവിഷമം കൊള്ളുന്ന പള്ളിയുണ്ടവിടെ, മസ്ജിദ് ഖൈഫ്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാടുകളുള്ള പ്രദേശമാണത്. കുറെ കാലങ്ങൾക്ക് ശേഷം ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടുന്ന് കല്യാണം കഴിച്ചു. യമനികളായ ജുർഹും ഗോത്രത്തിലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെയും വന്നു, കാണാൻ വേണ്ടി വന്നു. എത്രയായിപ്പോ, എത്രയായിരം കിലോമീറ്ററുകളായി. തിരിച്ചു വന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ വീട്ടിലേക്ക് വന്നു. മോനുണ്ട് അവിടെ? ഇല്ല, മോനില്ല. ഭാര്യയോട് ചോദിച്ചു, മകനെവിടെ, മകനെവിടെ, നിങ്ങളുടെ ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോ പുറത്തു പോയതാണെന്ന് പറഞ്ഞു. കൈഫ ഐശുക്കും, എങ്ങനെയുണ്ട് ജീവിതം? അവര് പറഞ്ഞു, ഭയങ്കര പ്രയാസത്തിലാണ്, കഷ്ടപ്പാടാണെന്ന് പറഞ്ഞു ഭാര്യ. തിന്നാനും ഒന്നുമില്ല, ഭക്ഷിക്കാനും ഒന്നുമില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നാൽ നിങ്ങളുടെ ഭർത്താവിനോട് പറയണം, വാതിലിന്റെ അച്ചപത്തൊന്ന് മാറ്റണമെന്ന് പറഞ്ഞേക്കണം, വാതിൽ കട്ടിലെന്ന് മാറ്റാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. വാതിൽ കട്ടിൽ മാറ്റിയേ. ഇസ്മായിൽ അലൈഹിസ്സലാം വന്നപ്പോ ഭാര്യ പറഞ്ഞു കൊടുത്തു, ഇവിടെ ഒരു സ്ട്രേഞ്ചർ, ഒരാൾ വന്നിരുന്നു, അപരിചിതൻ വന്നു, നിങ്ങളെ ചോദിച്ചു, നിങ്ങളോട് സലാം പറഞ്ഞ് ഏൽപ്പിച്ചു പോയി, വാതിൽ കട്ടിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് നബുവത്തിന്റെ പ്രകാശം കിട്ടാൻ പോകുന്ന മകനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വന്നത് വാപ്പയാണെന്നറിഞ്ഞു. വാപ്പയുടെ വാക്കിന്റെ ലക്ഷ്യം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ബോധ്യപ്പെട്ടു. ഭാര്യയെ അവളെ ത്വലാഖ് ചൊല്ലി, അവളെ നിങ്ങൾ പറഞ്ഞയച്ചേക്കണം, ഈ പെണ്ണ് നിങ്ങൾക്ക് യോജിക്കൂല എന്ന് വാപ്പ പറയുകയായിരുന്നുവെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം മനസ്സിലാക്കി. അവളെ പറഞ്ഞയച്ചു. നമ്മൾ തമ്മിൽ യോജിച്ചു പോകാൻ കഴിയില്ലെന്നാണ് എന്റെ ഉപ്പയാണ് പറഞ്ഞത്, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലുകയാണെന്ന് പറഞ്ഞു. അവളെ ത്വലാഖ് ചൊല്ലി വേറെ കല്യാണം കഴിച്ചു. പിന്നെയും മകനെ കാണാൻ വന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുണ്യഭൂമിയിലേക്ക്. യാ അല്ലാഹ്, എത്ര വരവാണ് വരുന്നത്! ആ വരവിലും വീട്ടിലേക്ക് അന്വേഷിച്ച് ചെന്നു. ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല. ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതം? ഫീ ഖൈറിൻ വല്ലാഹ്, ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, പ്രയാസങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല പ്രയാസമുണ്ട്, പക്ഷെ അവൾ ക്ഷമയുള്ള ഭാര്യയായിരുന്നു. അപ്പൊ പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞേക്കണം, വാതിൽക്കട്ടിൽ അങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് തിരിച്ചുപോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ മകനെ കാണാൻ വേണ്ടി ഒന്ന് കാണാൻ കഴിയാതെ തിരിച്ചു പോകുന്ന അവസ്ഥ, ഒരു പിതാവിന്റെ വേദന കണ്ടില്ല. പക്ഷേ കാര്യം മെസ്സേജ് കൈമാറി കൊടുത്തു. അപ്പൊ ഉറപ്പിച്ചു, ഈ ഭാര്യയെ, ഇവൾ അള്ളാഹുവിന് ഇഷ്ടമാണ്, എന്റെ ഉപ്പാക്ക് ഇഷ്ടമായി, ഇവൾ എനിക്ക് യോജിച്ചവളാണ്. ആ ഭാര്യയെ നിലനിർത്തുകയായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അവരിലൂടെ ജനിച്ച പുത്രനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.